So Sangeeta, good afternoon. Good afternoon. How are you? I'm good. Okay. സംഗീത ഇവിടെ കൈരളി മാനേജ്മെന്റ് സർവീസസുമായിട്ട് കുറച്ച് നാളായിട്ട് പരിചയമുണ്ടെന്ന് തോന്നുന്നു. Yes, yes. നമ്മുടെ മാനേജ്മെന്റിനെയും നമ്മുടെ സ്റ്റാഫിനെയൊക്കെ പരിചയപ്പെട്ടു. നിങ്ങൾ സൗദിയിൽ പോകാനായിട്ട് ആഗ്രഹിച്ചു. നമ്മളുമായിട്ട് വേറെ ഏജൻസിയിൽ പോയിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. നേരെ ഇവിടെ വന്നു. അതെ. എങ്ങനെ ഇവിടെ കൈരളിയിൽ വന്നു? എന്നെ ഒരു ഫ്രണ്ടാണ് റെക്കമെൻഡ് ചെയ്തത്. അവളിപ്പോ പോയിട്ട് ഒരു 6 months ആയി. കൈരളി വഴിയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അയാൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടോ? ഓ, ഹാപ്പിയാണ്. അയാൾ പറഞ്ഞ പ്രകാരം താൻ ഒരു പ്രതീക്ഷയിൽ ഇവിടെ വന്നു. ഞങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ കണ്ടു. അപ്പം തനിക്ക് പ്രതീക്ഷേനേക്കാളും എന്തെങ്കിലും വിപരീതമായ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായോ? ഇല്ല, എനിക്ക് നെഗറ്റീവ്സ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. റിക്രൂട്ടിംഗ് ടീം, പ്രോസസ് ടീം ഇല്ല, എല്ലാത്തിനും ഓരോരോ ആൾക്കാർ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ കോണ്ടാക്ട് ചെയ്യാനായിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആര് വേണേലും കോണ്ടാക്ട് ചെയ്യാം, എപ്പോൾ വേണേലും കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ തന്നെയായിരുന്നു അപ്ഡേഷൻ കിട്ടിയിട്ട്. തന്റെ എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ വന്നു, തന്റെ പ്രോസസ് എല്ലാം ചെയ്തു, ഡോക്യുമെന്റേഷൻസ് മെഡിക്കൽ ചെയ്തു, എമോച്ചിനെ ഗ്രൂം ചെയ്തു. ഇവിടെ പ്രീ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓ, എല്ലാത്തിനും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇവിടെ നിങ്ങൾ പറഞ്ഞില്ല. ഓക്കെ, എന്താണെങ്കിലും മോള് അത് ആ കോഴ്സ് പ്രീ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ് നിങ്ങളുടെ ഇന്റർവ്യൂ പാസ് ആകാനായിട്ട് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടോ? നന്നായിട്ട്. നമുക്ക് കാരണം നമുക്ക് എന്ത് ചോദിക്കും, എങ്ങനെ ആയിരിക്കും ഇന്റർവ്യൂ എന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം എമർജി ഫസ്റ്റ് ടൈമാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തലേ ദിവസം നമുക്ക് സ്റ്റേ വരെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. സ്റ്റേ അറേഞ്ച് ചെയ്തത് ഞാനാണ്. നിങ്ങൾക്ക് ഹോട്ടൽ അറേഞ്ച് ചെയ്തത്, ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്തത്, പ്രീ ഇന്റർവ്യൂ പുതിയ ഓഫീസിൽ വന്നിട്ട് ഇത്രയും പേർക്ക് ഞങ്ങളുടെ സക്സസ് റേറ്റ് വളരെ കൂടുതലായിരുന്നു. 99.9% സക്സസ് റേറ്റ് ആയിരുന്നു. കാരണം നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ ആയിരിക്കും നമ്മൾ വരുന്നത്. ഓടിപ്പടിച്ച് ടെൻഷൻ അടിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് തലേ ദിവസം വന്നിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് തിരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അവരുടെ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എണീച്ച് ഫ്രഷ് മൈൻഡിൽ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് പലരും റെയിൽവേ സ്റ്റേഷനിലും ബസ്സിലൊക്കെ വന്നിട്ട് അങ്ങനെ തന്നെ ഒന്നും ഗ്രൂം ചെയ്യാണ്ട് എത്തിക്കഴിയുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ അവർ ഫീൽ ആയി പോകും. മനസ്സിലായി? പിന്നെ നിങ്ങൾ ബ്രീത്ത് ചെയ്ത് ഓടി കതിച്ച് വന്നിട്ട് ഫുൾ സ്ട്രെസ്ഡ് ആയിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് തോക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ടിപ്സൊക്കെ ഒരുപാട് ഞങ്ങളും വളരെ ഹാപ്പിയാണ്. അവിടെ നിങ്ങൾ കണ്ടുകാണല്ലോ 5,000 മുകളിൽ കാൻഡിഡേറ്റ്സ് വന്നിട്ട്. നിങ്ങൾ അവിടെ ഇന്റർവ്യൂ വരുമ്പം ഡെഫിനറ്റായിട്ട് ഞാൻ സെലക്റ്റഡ് ആവുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന അന്തരീക്ഷമായിരുന്നു. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ കുറച്ചൊന്ന് ഇതായി. ബട്ട് നമുക്ക് തലേ ദിവസം തന്നെ ആ ഒരു ഓറിയന്റേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തൊക്കെ ചോദിക്കും, അതെ, കോൺഫിഡൻസ് ലെവലും കൂടുതലായിരുന്നു. പിന്നെ നമുക്ക് ഫസ്റ്റ് സാധാരണ ഇന്റർവ്യൂസിലൊന്നും ബാക്ക് ആവുമായിരുന്നു, ഞാൻ പോകണോ അടുത്തതെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് എന്നെ വേഗം വിളിക്കുക എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു നമ്മളെല്ലാവരും ഇരുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ടീമും ആയിരുന്നു. തൻ്റെ ഈ ജോലി കിട്ടാനുള്ള ഈ പ്രയാണത്തിൽ കൈരളി തുടക്കം തുടങ്ങി. ഇപ്പം മറ്റന്നാൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന വരെയുള്ള സമയത്ത് നമ്മുടെ ഒരുപാട് 10 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും തൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാം ചെയ്യാനായിട്ട്. തൻ്റെ ആ ഒരു ജേർണി എന്റെ കുറെ കൺസേൺസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അരുൺ ചേട്ടനെ അടക്കം ഞാൻ ചേട്ടാ എനിക്കൊന്നും അറിയത്തില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അബ്രോഡ് പോകുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. അപ്പൊ ഈ ഡാറ്റ ഫ്ലോ എന്താണ്, എലിജിബിലിറ്റി എന്താണ്, ഒരു കാര്യം അറിയത്തില്ലായിരുന്നു. പക്ഷെ ഓരോന്നിനും ഓരോരോ ആൾക്കാരെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ട് ഇന്ന ആൾ കോണ്ടാക്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് എൻ്റെ എന്ത് കൺസേൺ ഉണ്ടെങ്കിലും ടിക്കറ്റിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഞാൻ വിളിച്ചിട്ട് ഏടാ എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ അവർ നമുക്ക് സമാധാനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വേർഡ് പറയുമ്പോൾ നമ്മൾ ഓക്കെയാണ്. ഇപ്പം ഈ ഒരു ടൈം വരെ നമുക്ക് സപ്പോർട്ടീവായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ള എല്ലാ സ്റ്റാഫും. ഒരാളെന്നല്ല, എനിക്കിപ്പോൾ ഒത്തിരി പേര് എന്നെ അപ്രോച്ച് ചെയ്ത കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട്. അവരെല്ലാവരും എന്നോട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്തത് ആളുടെ പേര് ഞാൻ വിട്ടത്. ഫസ്റ്റ് അയാളിപ്പോ നമുക്ക് ഇപ്പൊ അക്കീഷ് മാം പല അതുകൊണ്ട് ഇപ്പം താൻ ഇന്ന് വന്നു, ടിക്കറ്റ് കിട്ടി, വിസ കിട്ടി, ജോലിയൊക്കെ കിട്ടി. മിനിസ്ട്രിയുടെ ഫസ്റ്റ് ബാച്ചിലാണ് തപോട. 399 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഇന്ന് 5ാമത്തെ ഫയലായിരുന്നു അവിടെ. ഞാൻ റിലീസ് ചെയ്ത് തുടങ്ങി. അപ്പം യു ആർ ലക്കി. ഹൗ ലക്കി യു ആർ, യു ഡോണ്ട് നോ.